പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം ഫെബ്രുവരി 16 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ ദില്ലിയിൽ ഒരു വലിയ സമ്മിറ്റ് നടന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ്, AI സമ്മിറ്റ് നടന്നു. ആ സമ്മിറ്റിൽ ഇന്നോവേഷൻ, നൂതന ആവിഷ്കാരം എന്ന വിഭാഗത്തിൽ ഇന്ത്യയിലെ ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വന്ന ഒരു വിദ്യാർത്ഥി ഒരു മോഡൽ അവതരിപ്പിച്ചു, റോബോട്ടിക് നായ. എല്ലാവരും അത് കണ്ട് കൈയടിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് ചൈനയിൽ ഉണ്ടാക്കിയ ഒരു റോബോട്ടിക് നായയുടെ ഇമിറ്റേഷൻ ആയിരുന്നു എന്ന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ വിത്തിൻ ഇൻവെർട്ടഡ് കോമാസ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിമാനമെല്ലാം നിലം പരിശായ സമയമായിരുന്നു അത്. ഒരു അന്തർദേശീയ സമ്മിറ്റിൽ ഇന്ത്യയുടേത് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു ഇന്നോവേഷൻ ചൈനയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു കോപ്പിയാണെന്ന് പറഞ്ഞത് നമ്മുടെ പുരോഗതിക്ക് ഉണ്ടായ ഏറ്റവും ലജ്ജാകരമായ ഉദാഹരണമായിരുന്നു. ഈ ഒരു സംഭവം അത് തന്നെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 100 ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു സർവകലാശാലയുമില്ല. ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടിയത് ദില്ലിയിലെ IIT ആണ്, 123ാം റാങ്ക്. ഇതിന് കാരണം വളരെ വ്യക്തമാണ്. നമ്മുടെ അക്കാദമിക് സംസ്കാരം ചിന്തയേക്കാൾ ഓർമ്മശക്തിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മാർക്ക് നേടുന്നതാണ് ലക്ഷ്യം, ആശയങ്ങൾ സൃഷ്ടിക്കലല്ല. അധ്യാപകർ ഗവേഷണത്തെക്കാൾ സ്ഥാനക്കയറ്റത്തിനാണ് ഓടുന്നത്. സ്ഥാപനങ്ങൾ അറിവിനേക്കാൾ നാക് ഗ്രേഡിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് അവകാശപ്പെടുന്ന ഒരു കോളേജിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങളുടെ സമീപത്തുള്ളൊരു കോളേജാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ കോളേജിൽ ഞാൻ അടുത്ത കാലത്ത് ഇതേപോലെ ഒരു പരിപാടിക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പോയി. കോളേജൊക്കെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ ഞാൻ അന്ധാളിച്ചു പോയി. ഇത്ര മനോഹരമായ കോളേജ്, എന്താ ഇൻഫ്രാസ്ട്രക്ചർ! എവിടെ നോക്കിയാലും ഇറ്റാലിയൻ മാർബിൾസ് ഇട്ട പ്രതലങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ പഠിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്ന് ഞാൻ വിചാരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളോട് കിടപിടിക്കാൻ കഴിയുന്ന അത്രയുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. അതെല്ലാം കണ്ട് ഞാൻ പ്രിൻസിപ്പലിനെയും മറ്റുള്ളവരെയൊക്കെ അഭിനന്ദിച്ചു. അപ്പോൾ അവർ അഭിമാനപൂർവ്വം പറഞ്ഞു, സർ, ഞങ്ങളുടെ ഇന്നോവേഷൻ റൂം സാർ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇന്നോവേഷൻ റൂമിൽ തന്നെ പോകാമെന്ന് കരുതി. അപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ എല്ലാവരും ഇംഗ്ലീഷിലെ ഛർദ്ദിക്കുകയുള്ളൂ, അതുകൊണ്ട് ഇംഗ്ലീഷിലെ പ്രസംഗിക്കാവുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനൊരു കോട്ടും ടൈയും ഒക്കെ ഇട്ട് സാഹിബിനെ പോലെ ചെന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു കുട്ടികൾ മാത്രമുള്ള ഒരു കോളേജിൽ പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് പോയത്. അപ്പം ഞാൻ ഇന്നോവേഷൻ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു 2 കുട്ടികൾ ടൈയും കോട്ടും ഒക്കെ ഇട്ട്, കറുത്ത കോട്ടൊക്കെ ഇട്ട് അവരുടെ ഇന്നോവേഷൻ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. എന്തോ ഒരു യന്ത്രമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ്? ഒരുത്തൻ മറ്റവന്റെ കാലിൽ ചവിട്ടിയിട്ട് പറഞ്ഞു, നീയല്ലേ കണ്ടുപിടിച്ചത്, അങ്ങോട്ട് പറ. അപ്പൊ മറ്റവൻ പറഞ്ഞു, നീ പറ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറ എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നോക്കൂ, അവരുടെ കണ്ടുപിടിച്ച ഈ കുട്ടികൾക്ക് അവരെന്താണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നാം എന്താണ് ആഘോഷിക്കുന്നത്? ഇനി ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇവിടെ അടുത്ത തൃശ്ശൂരില് ഒരു MBA കോളേജിൽ കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയി. 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ 9:45 തന്നെ എത്തി. ഞാൻ ഒരിടത്തും താമസിച്ച് ചെല്ലാറില്ല, കൃത്യസമയത്ത് തന്നെ എത്തും. 9:45 ഞാൻ തലേ ദിവസം തന്നെ എറണാകുളത്ത് വന്ന് താമസിച്ച് രാവിലെ സമയമൊക്കെ നോക്കി കറക്റ്റായിട്ട് 9:45 കോളേജിലെത്തി. അവിടെ ചെന്നപ്പോൾ കോളേജിന്റെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കും. എനിക്കൊരു സംശയം, ഇത് തന്നെയാണോ കോളേജ്? അവിടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തെങ്കിലും ഒരു ബാനറോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്, ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന സെക്യൂരിറ്റി ഗാർഡിനോട് ഇത് തന്നെയല്ലേ ഈ കോളേജ്, ഇന്ന കോളേജ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യാ ഇത് തന്നെയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഒരു ഉദ്ഘാടന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി വാച്ചൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല വിലപിടിപ്പുള്ള റിസ്റ്റ് വാച്ച്. അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അതിവിടെ 10 മണി എന്നൊക്കെ പറഞ്ഞ ഒരു 12 ആവും സാറേ. ഇവിടെ ആൾക്കാർ അങ്ങനെയൊന്നും 10 മണിക്കൊന്നും വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ഇന്നത്തെ വിശിഷ്ട അതിഥി. ഉടനെ അദ്ദേഹം പറഞ്ഞു ഓ ഐ എം സോ സോറി പ്ലീസ് കം സർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നു. സാധാരണ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. അപ്പോൾ എനിക്ക് കൗതുകം കൂടി. പോരെങ്കിലും പുള്ളിക്കാരന് ഒരു നല്ല കയറ് പിരിയാൻ കുരിശുമാല ഇട്ടിട്ടുണ്ട്. അത് 4 ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു മുമ്പശത്തെ 2 ബട്ടൺസൊക്കെ അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഒരു സെക്യൂരിറ്റി ഗാർഡാവാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ട്? അപ്പം അദ്ദേഹം അഭിമാനപൂർവ്വം പറഞ്ഞു സർ ഞാൻ ഈ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ബാച്ച് പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് പിന്നെ ഈ പണിക്ക് വന്നത് എന്തിനാ? അപ്പോൾ വല്ല പണിയും കിട്ടണ്ടേ സാറേ, ആരാ ജോലി തരാൻ? ഒരുപാടൊക്കെ തപ്പി നോക്കി ഒന്നും കിട്ടിയില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഇത് തന്നെ മതി, കാരണം എൻ്റെ ഇവിടെ കുറച്ച് 5-6 ഏക്കർ റബ്ബറൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാം, ഇടയ്ക്ക് ഒരു പാസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ വന്ന് ഇതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, ഇതേപോലെയുള്ള 15-17 ലക്ഷം എഞ്ചിനീയർമാരെയാണ് നമ്മൾ ഓരോ വർഷവും പുറത്തുവിടുന്നത്. ഇന്ത്യ 15 മുതൽ 17 ലക്ഷം വരെ എഞ്ചിനീയർമാരെ ഒരു വർഷം പുറത്തുവിടുമ്പോൾ അമേരിക്ക 2.5 ലക്ഷം എഞ്ചിനീയർമാരെ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ 15 ലക്ഷത്തിൽ 80% അവർ പഠിച്ച രംഗത്ത് ജോലി കിട്ടുന്നില്ല. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കോളേജുകളിലെ ഗവേഷണത്തിന്റെ നിലവാരം നോക്കുക. ഞാൻ എന്തിനാണ് ഗവേഷണത്തെക്കുറിച്ച് പറയുന്നത്? ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, R&D ആണ്. ഏതൊരു പ്രൈവറ്റ് സ്ഥാപനമായാലും സർക്കാർ സ്ഥാപനമായാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് അവരെന്തുമാത്രം പണം മാറ്റിവെക്കുന്നു, എന്തൊക്കെ ശ്രമങ്ങൾ നടത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ സ്ഥാപനത്തിന്റെ പുരോഗതി. ഇത് തന്നെയാണ് രാജ്യങ്ങളുടെയും കാര്യം. ഒരു രാജ്യത്തിന്റെ മൊത്ത വരുമാനം, ഞങ്ങൾ രണ്ടുപേരും എക്കണോമിക്സുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ GDP എന്ന് പറയും. പേടിക്കണ്ട, മൊത്ത വരുമാനം എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഒരു രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം R&Dക്ക് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യ എത്ര രൂപയാണ് മാറ്റിവെക്കുന്നത് അറിയാമോ? നമ്മുടെ മൊത്ത വരുമാനത്തിന്റെ 0.06% ആണ് നമ്മൾ R&Dക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതായത് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ GDP എന്ന് പറയുന്നത് 345 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ 0.06% എന്ന് പറയുന്നത് 2.07 ലക്ഷം കോടി രൂപയാണ്. അതായത് 167 കോടി ജനങ്ങളുള്ള, അതായത് 1.67 ബില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി മാറ്റിവെക്കുന്നത് തുക ഇത്രയേ ഉള്ളൂ. അതേസമയം 1 കോടി ജനങ്ങൾ മാത്രമുള്ള ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ മൊത്ത വരുമാനത്തിന്റെ 5% റിസർച്ചിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതായത് 2.85 ലക്ഷം കോടി രൂപ. ഇന്ത്യ ചിലവഴിക്കുന്ന 2.07 ലക്ഷം കോടി രൂപ, ഇസ്രായേൽ ചിലവഴിക്കുന്നത് 2.85 ലക്ഷം കോടി രൂപ. വ്യത്യാസം നോക്കുക. അത് 1 കോടി ജനങ്ങൾ, കേരളത്തിൽ തന്നെ 3 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അത്രയും ചെറിയൊരു രാജ്യം അതിനുവേണ്ടി മാറ്റിവെക്കുന്ന തുക എത്രയാണ്? നോർത്ത് കൊറിയ ആണെങ്കിൽ 0.45% ആണ് ചെലവഴിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത്. ഓരോ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത് നോക്കൂ, എല്ലാം ഇന്ത്യയെക്കാളും കൂടുതൽ ചെലവഴിക്കുന്നു. നമ്മൾ ഈ ഗവേഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. റിട്ടയർമെന്റിന് ശേഷം ആണ് ഞാൻ ഈ PhD എടുത്തത്. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും പേരിന്റെ മുമ്പിൽ ഡോക്ടറുണ്ട്. കള്ളു വിൽക്കുന്ന ആളായാലും പിന്നെ സ്വർണം വിൽക്കുന്ന ആളായാലും എല്ലാവരുടെയും പേരിന്റെ മുമ്പിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നു. അപ്പൊ എനിക്കൊരു ഇൻഫ്രാഡിക് കുറ്റബോധം, ഒരു ഡോക്ടറേറ്റ് ഇല്ലാതെ എങ്ങനെ എന്ന് വിചാരിച്ചു. അപ്പോഴങ്ങനെയാണ് ഒരു ഡോക്ടറേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. അപ്പോൾ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റുള്ളവരൊക്കെ എന്താണ് റിസർച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു. അപ്പോൾ പല നഗ്ന സത്യങ്ങളും വെളിവായി. ഒന്ന്, ക്യാൻസർ ചികിത്സയ്ക്ക് ചാണകം എങ്ങനെ ഉപയോഗപ്രദമാകും എന്നതിനെ കുറിച്ച് ഒരാൾ റിസർച്ച് ചെയ്തു. പിന്നെ ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു വിദ്വാന് ഡോക്ടറേറ്റ് കിട്ടിയത് ലോങ് ജമ്പും ഹൈ ജമ്പും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പ്രബന്ധം എഴുതിയതിനാണ്. നമുക്കറിയാം, ചങ്ങമ്പുഴയുടെ വാഴക്കുല വയലോപ്പള്ളിയുടേതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു മഹിളയ്ക്ക് PhD കൊടുത്തു.
കേരള സർവകലാശാല. സംസ്കൃതം അറിയാത്ത ആൾക്ക് സംസ്കൃതത്തിൽ PhD കൊടുത്തു, കേരള സംസ്കൃത യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് നാം ഇന്ന് ആഘോഷിക്കുന്നത് ഒരു മഹത്തായ ഇന്ത്യൻ പാരമ്പര്യമാണ്. ഒന്നും പറയാത്ത, ഒന്നും വെളിവാക്കാത്ത ഗവേഷണം. ലോകം ബ്രഹ്മാണ്ടത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുമ്പോൾ നാം അന്വേഷിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നീല പേനയാണോ കറുത്തു പേനയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതിനെ കുറിച്ചാണ്. ലോകത്തിലെ ലാബുകൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുമ്പോൾ നാം 47-ാം തവണയും ഓൺലൈൻ ക്ലാസ് ഇഷ്ടമാണോ എന്ന സർവേ തയ്യാറാക്കുന്നു. വിദേശ ശാസ്ത്രജ്ഞർ ജീനുകൾ തിരുത്തുമ്പോൾ നാം തിരുത്തുന്നത് ആരും വായിക്കാത്ത ചോദ്യാവലികളാണ്. നമ്മുടെ ഗവേഷണം ധൈര്യമായി പോകുന്നത് ആരും പോകേണ്ടതില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ്. ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ച്, ആർക്കും വേണ്ടാത്ത ഡേറ്റ ശേഖരിച്ച്, ആരും ഉദ്ധരിക്കാത്ത പേപ്പറുകൾ നമ്മൾ സൃഷ്ടിക്കുന്നു. ഇത് ഗവേഷണമല്ല, ഇത് ഞാൻ പറയുന്നു അക്കാദമിക് യോഗയാണ്. യോഗ നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാ? there will be stretching, bending, twisting, but there will not be no movement. അക്കാദമിക് യോഗയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ വളയൽ, നീട്ടൽ, തിരിക്കൽ എല്ലാം ഉണ്ടാവും, പക്ഷെ മുൻപോട്ട് ഒരു ചുവട് പോലും വെക്കുകയില്ല. ഇനി നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഗവേഷണത്തെ കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കണം. നാം പേനയുടെ നിറം പഠിക്കുമ്പോൾ അവർ ക്രിസ്പ് ഉപയോഗിച്ച് ജനിതക രോഗങ്ങൾ തിരുത്തുന്നു. നാം ലൈബ്രറിയിലേക്ക് എത്ര ചുവടുകൾ എന്ന് എണ്ണുമ്പോൾ അവർ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ ഇറക്കി മാർസിൽ ഗവേഷണം നടത്തുന്നു. നാം ചായ ഇഷ്ടമാണോ എന്ന് സർവേ നടത്തുമ്പോൾ അവർ ക്വാണ്ടം പ്രോസസ്സറുകളും അത്യാധുനിക AI സംവിധാനങ്ങളും നിർമ്മിക്കുന്നു. നാം ക്ലാസ് മുറിയുടെ മതിലിന്റെ നിറം എന്താകണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളും ഫ്യൂഷൻ എഞ്ചിനീയറിംഗ് മാതൃകകളും സൃഷ്ടിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു വാട്സപ്പ് മെസ്സേജ് ഇതായിരുന്നു. ചൈന സൗരയൂഥത്തിൽ ഒരു സോളാർ പവർ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോകുന്നു. അതായത് ലോകത്തിൽ ഇനി എത്ര ഇന്ധന ക്ഷാമം ഉണ്ടായാലും ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൗരയൂഥത്തിൽ അവർ സോളാർ പവർ സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ്. നമ്മളിവിടെ പുറത്ത് പാനൽ വേണോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈ ഡു വി ലാഗ് ഇൻ ടെക്നോളജി? നാം സാങ്കേതികതയിൽ പിന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? നോട്ട് ബിക്കോസ് വി ലാക്ക് ടാലന്റ്, ബട്ട് ബിക്കോസ് വി റിവാർഡ് ട്രിവിയാലിറ്റി. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നാം ചെറുതിനെ വലുതാക്കുന്ന പ്രക്രിയയിലാണ്. നോട്ട് ബിക്കോസ് വി ലാക്ക് ഇന്റലിജൻസ്, ബട്ട് ബിക്കോസ് വി ഫിയർ ബോൾഡ് ഐഡിയാസ്. നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ധൈര്യമുള്ള ആശയങ്ങളില്ലാത്തത് കൊണ്ടാണ്. നോട്ട് ബിക്കോസ് വി ലാക്ക് റിസോഴ്സസ്, ബട്ട് ബിക്കോസ് വി ലാക്ക് അർജൻസി. അത് സ്രോതസ്സില്ലാത്തത് കൊണ്ടല്ല, അടിയന്തര ബോധമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ചൈനയിലെ ഒരു പുതിയ ട്രെയിൻ ഇറക്കിയിട്ടുണ്ട്, ഷാങ്ഹായ് മഗ്ലേവ്. മഗ്ലേവ് എന്ന വാക്കിന്റെ പൂർണ്ണ അർത്ഥം മാഗ്നറ്റിക് ലിവിയേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലിവിയേഷൻ ടെക്നോളജി വന്നാൽ ട്രെയിൻ അതിന് ചാടില്ല, അത് മാഗ്നറ്റിക് പവറിൽ ഈ പാളത്തിൽ കൂടി ഒഴുകുകയാണ്. അത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിനാണത്. 431 കിലോമീറ്റർ ഒരു മണിക്കൂർ. അതിന്റെ ഒരു വീഡിയോ പറ്റുമെങ്കിൽ കാണുക. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കും. 431 കിലോമീറ്റർ വേഗത്തിലാണ് അത് ഓടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ ദില്ലി മീററ്റ് സെക്ടറിൽ ഓടുന്ന നമോ ഭാരത് RRTS ആണ്, 160 കിലോമീറ്റർ വേഗത്തിൽ. പിന്നെ നമുക്കറിയാം 130 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന വന്ദേ ഭാരതുമൊക്കെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം 579 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ചൈനയിലെ ഈ ട്രെയിൻ ഇവിടെ ഓടുകയാണെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് എത്താം. ഇതേ ദൂരം ഇപ്പോൾ വന്ദേ ഭാരത് പിന്നിടുന്നത് 8 മണിക്കൂർ കൊണ്ടാണ്. ഇതിന് മാഗ്നറ്റിക് ലിവിയേഷൻ ടെക്നോളജി എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി, അദ്ദേഹം ഒരു മുൻ IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പറഞ്ഞു ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, എൻ്റെ പൊന്നു സാറേ, ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഭീമാകാരൻ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടാ? സർദാർ പട്ടേലിന്റെ പ്രതിമ. എൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. 3000 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഈ പണം കൊണ്ട് 1.5 ദശലക്ഷം ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയുമായിരുന്നു. സെൻട്രൽ വിസ ഡെവലപ്മെന്റ് ന്യൂഡൽഹിയിൽ നിങ്ങൾ പോയാൽ പഴയ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. 20,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതായത് ISROയുടെ
ഒരു വർഷത്തെ ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് 13,000 കോടി രൂപയാണ്. അതിൻ്റെ 1.5 ഇരട്ടി രൂപ ചിലവഴിച്ചാണ് നമ്മൾ സെൻട്രൽ വിസ ഉണ്ടാക്കിയത്. ഇനി ബോംബെയിൽ പോവുകയാണെങ്കിൽ ശിവജി മെമ്മോറിയൽ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3,600 കോടി രൂപ. അത് 3 എയിംസ് ഹോസ്പിറ്റൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റൽ ഉണ്ടാക്കാനുള്ള പണമാണ് അതിന് ചിലവഴിച്ചത്. നമ്മളിവിടെ ഒരു എയിംസ് ഹോസ്പിറ്റൽ വേണമെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഗവൺമെൻറ് പറയും ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന്. ഇതിനൊക്കെ പണമുണ്ട്, ആവശ്യത്തിനൊന്നും പണമില്ല. നോക്കൂ, ഇനി യു പിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാം, മായാവതി മെമ്മോറിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാതെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത് കണ്ടാൽ ചങ്ക് തകർന്നു പോകും. 6,000 കോടി രൂപ മുടക്കി കുറേ ആനകൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ കൂറ്റൻ ആനയേക്കാളും വലിയ ആനകളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാർക്ക്, പിന്നെ ടൂറിസം ഡെവലപ്മെന്റ് എന്നാണ്. ഒരു മനുഷ്യ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതിനാണ് 6,000 കോടി രൂപ ചിലവഴിച്ചിരിക്കുന്നത്. 200 പുതിയ നവോദയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഈ പണം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ. നമുക്ക്, ഇഫ് വി വാണ്ട് ടു ലീഡ് ഇൻ ടെക്നോളജി, we must stop researching the obvious and start researching the impossible. സാങ്കേതിക വിദ്യയിൽ നാം മുന്നിൽ നിൽക്കണമെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പഠിക്കുന്നത് നിർത്തി അസാധ്യമായ കാര്യങ്ങൾ പഠിക്കാൻ നാം തുടങ്ങണം. ഇനി കേരളത്തിലേക്ക് നോക്കിയാലത്തെ സ്ഥിതി പരമദയനീയമാണ്. ഒരിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻപിൽ നിന്നിരുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ഇന്ന് അത്യന്തം രാഷ്ട്രീയവൽക്കരിച്ച് അക്കാദമിക് അന്തരീക്ഷത്തിൽ നശിപ്പിച്ച് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. ഇവിടെ പ്രശ്നം ആശയധാരയല്ല, സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതാണ്. സ്ഥിരം പ്രിൻസിപ്പൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന കോളേജുകൾ എത്ര, സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാതെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എത്ര. ഈ മുജ്ജന്മ പാപം ചെയ്തവർക്ക് കിട്ടുന്ന പണിയാണ് വൈസ് ചാൻസലർഷിപ്പ്. അറിയാമോ, ഒരുമാതിരി കൊള്ളാവുന്ന ഒരു കാര്യം ആ പണിക്ക് പോവില്ല. എന്തെങ്കിലും പാവം പഴയ കാലത്തിൽ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ചുമതലയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്തോ പാവം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ ഈ പണി കിട്ടിയില്ലായിരുന്നു. ഈ നമ്മുടെ അക്കാദമിക് കൗൺസിലുകൾ, സിൻഡിക്കേറ്റുകൾ കാലം കഴിഞ്ഞു. ഞാൻ അനുഭവസ്ഥനാണ്. ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ജോൺസണോടും അച്ഛനോടും ഒക്കെ ഒരുമിച്ചിരുന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി. കാരണം ഒരു അക്കാദമിക് ചിന്തയുമില്ല, ഒന്നിനെക്കുറിച്ചൊരു വിവരമില്ല, പാർട്ടി കാർഡുണ്ടോ എന്ന് മാത്രം നോക്കുക, അവരെയൊക്കെ പിടിച്ച് അക്കാദമിക് കൗൺസിൽ ഇരുത്തുക, എന്നിട്ട് പറയുക ഇത് ഇവിടെ വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ മാറ്റിമറിക്കാൻ പോവുകയാണെന്ന്. എവിടെ ശരിയാകാനാണ്? നോക്കൂ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ഈ അക്കാദമിക് കൗൺസിലും സിൻഡിക്കേറ്റും എല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ശാപമാണ്. അത് കാരണം നിയമനങ്ങളും പ്രൊമോഷനുകളും ഗവേഷണ അനുമതികളും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നു. യോഗ്യത അതൊക്കെ എവിടെയോ പോയി മറഞ്ഞു. ഇനി നമ്മൾ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം 2023 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ സർവകലാശാലകളിൽ ചേക്കേറിയത്. 2018 ഇത് 1,29,000 പേരായിരുന്നു. 5 വർഷത്തിനിടയിൽ 2.5 ഇരട്ടി വിദ്യാർത്ഥികളാണ് കേരളം വിട്ടത്. അവരുടെ ആവറേജ് ഏജ് എടുത്ത് നോക്കുക, 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ 17 വയസ്സുള്ള കുട്ടികൾ അവർ കേരളം വിട്ടു പോകുന്നു. അതായത് ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. അത് മികച്ച വിദ്യാഭ്യാസം, പിന്നെ നല്ല തൊഴിൽ സാധ്യതകൾ, കലാപകുലുഷിതമല്ലാത്ത അക്കാദമിക് അന്തരീക്ഷം, ഇതെല്ലാമാണ് അവരെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഇതാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. പണ്ട് പാല നാരായണൻ നായർ പറഞ്ഞ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു കവിതയുടെ ആദ്യ വരികളിൽ ഞാൻ പറയാം. ടീച്ചറിനോ മലയാളം പ്രൊഫസറാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ, അതുകൊണ്ടൊരു മലയാളം കവിത തന്നെ ചൊല്ലാം. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളിൽ, കേറിയും കടന്നുമാ മന്യമാം രാജ്യങ്ങളിൽ എന്നാണ് പാല നാരായണൻ പണ്ട് എഴുതിയത്. അദ്ദേഹം എഴുതിയ കേരളത്തിന്റെ പ്രശസ്തി അങ്ങ് വർദ്ധിക്കുന്നു എന്നാണ്. ഇപ്പം ശരിയാ, നമ്മുടെ പിള്ളേരെല്ലാം കേരളം കടന്ന് പാശ്ചാത്യ മേഖലകൾ കയറിയും കടന്നും അങ്ങ് വളരുകയാണ്. We are not suffering from lack of intelligence. We are suffering from lack of courage. നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നാം പിന്നിൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നടനമൊക്കെ ഒന്ന് നിർത്താം. നമ്മൾ തകർച്ചയെ അലങ്കരിച്ച് ഒരു പുരോഗതി എന്ന് നാം വിളിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ ഇന്ന് തകർന്നു വീഴുന്നത് നമ്മുടെ അലസതയുടെ ഭാരത്തിൽ നിന്നാണ്. ഞാൻ ഇതിൽ 7 പ്രധാനപ്പെട്ട കൾ എൻ്റെ നോട്ടത്തിൽ
ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രധാനപ്പെട്ട 7 ദൗർബല്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഡോക്ടർ ജോൺസനോട് പറഞ്ഞു, എത്ര മിനിറ്റ് സാർ സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 10-20 മിനിറ്റ്, പിന്നെ പിള്ളേർ കേൾക്കുന്നവർ ശ്രദ്ധിക്കുമെങ്കിൽ 40 മിനിറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ ഒരുമ്പെടുന്നത്. കാരണം 7 പ്രധാനപ്പെട്ട ദൗർബല്യങ്ങൾ നമുക്ക് കാണാം. 1, ലക്ഷ്യം മറന്ന നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ. എ സിസ്റ്റം ദാറ്റ് ഹാസ് ഫർഗോട്ടൻ ഇറ്റ്സ് പർപ്പസ്. എഡ്യൂക്കേഷൻ ഷുഡ് ലിബറേറ്റ് മൈൻഡ്സ്, ബട്ട് വി ഹാവ് ബിൽറ്റ് എ മെഷീൻ ദാറ്റ് മാനുഫാക്ചേഴ്സ് കൺഫോമിറ്റി. വിദ്യാഭ്യാസം മനസ്സിനെ മോചിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ നാം സൃഷ്ടിച്ചത് അനുസരണത്തിന്റെ യന്ത്രത്തെയാണ്. സ്കൂൾസ് ഫിയർ ക്വസ്റ്റ്യൻസ്, കോളേജ് ഫിയർ ഓട്ടോണമി, യൂണിവേഴ്സിറ്റീസ് ഫിയർ ഐഡിയാസ്. സ്കൂളുകൾ ചോദ്യങ്ങളെ പേടിക്കുന്നു, കോളേജുകൾ സ്വാതന്ത്ര്യത്തെ പേടിക്കുന്നു, സർവകലാശാലകൾ ആശയങ്ങളെ പേടിക്കുന്നു. ആൻഡ് വി ഹാവ് മിസ്റ്റേക്കൻ ആക്ടിവിറ്റി ഫോർ അച്ചീവ്മെന്റ്. രണ്ടാമത്തെ പ്രശ്നം ടീച്ചേഴ്സ് ആർ നോട്ട് ദ പ്രോബ്ലം, ദ സിസ്റ്റം ഇസ് ദ പ്രോബ്ലം. അധ്യാപകരുടെ പ്രശ്നമല്ല, അവരെ ശ്വാസം മുട്ടിക്കുന്ന വ്യവസ്ഥയാണ് പ്രശ്നം. വി എക്സ്പെക്ട് 21st century outcomes from 19th century methods. 19ാം നൂറ്റാണ്ടിലെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് 21ാം നൂറ്റാണ്ടിലെ റിസൾട്ട് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെ സാധിക്കും? ടീച്ചേഴ്സ് വാണ്ട് ടു ഇന്നോവേറ്റ്, ബട്ട് ദ സിസ്റ്റം ടെൽസ് ദം ഡോണ്ട് തിങ്ക്, ഡോണ്ട് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഫിനിഷ് ദ സിലബസ്. ചോദ്യങ്ങൾ ചോദിക്കരുത്, ഒന്നും പറയരുത്, എങ്ങനെയെങ്കിലും നിങ്ങൾ സിലബസ് പൂർത്തിയാക്കിക്കൊള്ളുക. ഇതാണ് അവരോട് പറയുന്നത്. അധ്യാപകർ പുതുമ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വ്യവസ്ഥ പറയുന്നു ചിന്തിക്കേണ്ട, ചോദിക്കേണ്ട, സിലബസ് തീർക്കുക. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ കരിക്കുലം തന്നെയാണ്. ഇറ്റ് ഈസ് എ മ്യൂസിയം ഓഫ് ഡെഡ് നോളജ്. അത് മരിച്ച അറിവുകളുടെ ഒരു മ്യൂസിയമാണ് നമ്മുടെ കരിക്കുലം, നമ്മുടെ പാഠ്യപദ്ധതി. നമ്മൾ വിദ്യാർത്ഥികൾ ഒരിക്കലും ഉപയോഗിക്കാത്ത വിവരങ്ങളാൽ നാം അവരെ നിറയ്ക്കുന്നു. ഞാൻ BA പഠിച്ചപ്പോൾ പഴയ കഥയാണ്, 1975-77-78 ആ സമയത്ത് എക്കണോമെട്രിക്സ് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി. പഠിപ്പിക്കാൻ അധ്യാപകരില്ലായിരുന്നു. 3 വർഷം മാത്സ് പഠിപ്പിക്കാൻ ആരുമില്ല. പിന്നെ ഒരു ടീച്ചറിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ എടുത്ത് ഞാൻ കാൽക്കുലസും ട്രിഗണോമെട്രിയും പാർഷ്യൽ ഡിഫറൻഷിയേഷനും ഒക്കെ പഠിച്ചു. തല തല്ലി പഠിച്ചു, ഒരു പിടിയും കിട്ടിയില്ല, വല്ല വിധേനയും ജയിച്ചു. ഇത് ഇന്ന് വരെ എനിക്കിപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, 36-40 വർഷത്തെ സർവീസ് ഉണ്ട്. ഈ 40 വർഷത്തിൽ ഇന്ന് വരെ ഈ പഠിച്ച ഒരു കാര്യം പോലും ഉപയോഗപ്പെട്ടിട്ടില്ല. എന്നാൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിച്ച റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് അതൊക്കെ പ്രയോജനമാണ്. ഈ സാധനം പിന്നെ എന്നാത്തിനാണ് ഞാൻ പഠിച്ചത്? ഇതിലൊക്കെ എൻ്റെ തലയിൽ കുത്തിക്കയറ്റിയത് എന്തിനാണ്? എനിക്കറിഞ്ഞുകൂടാ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. മാത്സ് MSc മാത്സ് എടുക്കണമെങ്കിൽ, അല്ല അതിൽ റിസർച്ച് ചെയ്യാൻ പോകുന്നവർ ഇതൊക്കെ പഠിക്കട്ടെ, അല്ലാത്തവർ എന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? നോക്കൂ, വിദ്യാർത്ഥികൾ ഒരിക്കലും ഉപയോഗിക്കാത്ത വിവരങ്ങളാൽ നമ്മൾ അവരെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. വി പ്രിപ്പയർ ദം ഫോർ എക്സാംസ്, നോട്ട് ഫോർ ലൈഫ്. ജീവിതം നേരിടുന്നത് എങ്ങനെയെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുന്നില്ല, പരീക്ഷ എങ്ങനെ ജയിക്കണമെന്നാണ് നാം അവരെ പഠിപ്പിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ പ്രശ്നം. ഇനി നാലാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റിസർച്ച്. എ ഫാക്ടറി ഓഫ് യൂസ്ലെസ് പേപ്പർ. പേപ്പറുകളുടെ ഒരു ഫാക്ടറിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മച്ച് ഓഫ് അവർ റിസർച്ച് ഈസ് അൺറെഡ്, അൺസൈറ്റഡ് ആൻഡ് ഇമ്പാക്ട്ഫുൾ. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുണയുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടന്ന റിസർച്ച് ഗവേഷണ പ്രബന്ധങ്ങളെ കുറിച്ച് ഒരു ഗവേഷണം നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്ര സത്യമാണ് എന്ന്. നമ്മുടെ ഗവേഷണത്തിൻ്റെ വലിയൊരു ഭാഗം വായിക്കപ്പെടാത്തതും ഉദ്ധരിക്കപ്പെടാത്തതും പ്രഭാവമില്ലാത്തതുമാണ്. ദിസ് ഈസ് നോട്ട് റിസർച്ച്, ദിസ് ഈസ് അക്കാഡമിക് തിയേറ്റർ. ഇത് ഗവേഷണമല്ല, ഇതൊരു അക്കാഡമിക് നാടകമാണ്. ഇനി അഞ്ചാമത്തെ പ്രശ്നം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊട്ടക്ട് പവർ, നോട്ട് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളെ സംരക്ഷിക്കാത്ത, അധികാരം സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. They reward obedience over originality, silence over courage. അവിടെ അനുസരണത്തിനാണ് പുരസ്കാരം, അല്ലാതെ സൃഷ്ടിപരത്വത്തിലല്ല, ക്രിയേറ്റിവിറ്റിക്കല്ല. മൗനത്തിനാണ് വില, ധൈര്യത്തിന് അല്ല. സ്റ്റുഡൻസ് ബിക്കം നമ്പേഴ്സ്, ടീച്ചേഴ്സ് ബിക്കം ക്ലർക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബിക്കം റോയൽറ്റി. വിദ്യാർത്ഥികൾ നമ്പറുകളായി മാറുന്നു, അധ്യാപകർ ക്ലാർക്കുമാരായി മാറുന്നു, അഡ്മിനിസ്ട്രേറ്റർമാർ രാജാക്കന്മാരായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചരിത്രം ഈ കോളേജിനെ വിലയിരുത്തുമ്പോൾ
ഈ കോളേജിൽ നിന്നും എത്ര അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ഉണ്ടാക്കി, എത്ര പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ടാവില്ല. നിങ്ങൾ എത്ര കാതലുള്ള പ്രബന്ധങ്ങൾ, ഗവേഷണങ്ങൾ നടത്തി എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പുറത്തായി എന്നതിനെ കുറിച്ചല്ല, എത്ര പേർക്ക് പേറ്റന്റ് കിട്ടി എന്നുള്ളതിനെ കുറിച്ചായിരിക്കും വിലയിരുത്താൻ പോകുന്നത്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളും സാധാ ഗവൺമെന്റ് കോളേജും തമ്മിൽ എന്താ വ്യത്യാസം? പ്രിയപ്പെട്ടവരെ, അടുത്ത ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മൾ ആ റേസിലേ ഇല്ല. ആഗോള നിലവാരങ്ങൾ എന്ന് പറയുന്നു, നമ്മൾ ആ ഒരു മത്സരത്തിൽ പോലും നമ്മെങ്ങുമില്ല. The world moves at the speed of ideas. We move at the speed of files. ലോകം ആശയങ്ങളുടെ വേഗത്തിൽ മുന്നേറുന്നു, നാം ഫയലുകളുടെ വേഗത്തിൽ മുന്നേറുന്നു. ഫയലുകളുടെ വേഗം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന അത്രയും നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. കാരണം ഫയലുകൾ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ, അസംബ്ലിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഈ ഒരു പ്രശ്നം ഉന്നയിച്ചൊരു MLA ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ മറുപടി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? ഗവൺമെന്റ് പറയുന്നു ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഫയല് കാണാനില്ല എന്നാണ്. ഇത് ഗവൺമെന്റ് സജീവ പരിഗണനയിലാണ് എന്ന് പറഞ്ഞാൽ ആ ഫയൽ കിട്ടാനേ പോകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പം ഇതെല്ലാം നമ്മളിതെല്ലാം കേട്ടിട്ട് സന്തോഷിക്കണം. ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കോൾമയിൽ കൊള്ളുകയാണ്. ഒരു ചുക്കും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫയലുകളുടെ വേഗതയെക്കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല നാം പിന്നിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അടിയന്തര ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇനി ഏഴാമത്തേത്, ദ റിയൽ ക്രൈസിസ് എന്താണ്? A crisis of will. There is a crisis of will. ധൈര്യത്തിന്റെ അഭാവമാണ് യഥാർത്ഥ പ്രതിസന്ധി. Our problem is not resources, not population, not culture. It is the absence of courage. നമ്മുടെ പ്രശ്നം പണവും ജനസംഖ്യയും സംസ്കാരവും ഒന്നുമല്ല, ധൈര്യമില്ലായ്മയാണ്. അത് അവർ കറേജ് എന്ന് ഞാൻ പറഞ്ഞത്, കറേജ് ടു ബ്രേക്ക് ഓൾ സ്ട്രക്ചേഴ്സ്, ചാലഞ്ച് ഓൾ ഹാബിറ്റ്സ് and say this is not good enough for our children എന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. പഴയ ഘടനകൾ പൊളിക്കാൻ, പഴയ ശീലങ്ങൾ ചോദ്യം ചെയ്യാൻ, ഇത് നമ്മുടെ കുട്ടികൾക്ക് മതിയാവുന്നതല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ വേണ്ടുന്ന അതൊന്നും നമുക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് if we want a different future, we must build a different system. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഭാവി മാറ്റണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഭാവി വേണമെങ്കിൽ പുതിയൊരു വ്യവസ്ഥ വേണം. ഈ ഒരു വ്യവസ്ഥയില്ലാതെ 2030-40 ആകുമ്പോൾ ഇത് നമ്മൾ വികസിത് ഭാരത് ആകും എന്നൊക്കെ വാചകം അടിക്കുന്നതൊക്കെ ചുമ്മാതെയാണ്. എവിടെയാണ് വികസിത ഭാരതം? എവിടെയാണ് നാം നിൽക്കുന്നത്? തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയെ നോക്കൂ, എവിടെ നാം നിൽക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വ്യവസ്ഥ കംപ്ലീറ്റ് മാറ്റാതെ ഇതിൽ നമുക്കൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? എ സിസ്റ്റം ദാറ്റ് സെലിബ്രേറ്റ്സ് ക്യൂരിയോസിറ്റി, എ സിസ്റ്റം ദാറ്റ് എംപവേഴ്സ് ടീച്ചേഴ്സ്, എ സിസ്റ്റം ദാറ്റ് ലിബറേറ്റ്സ് സ്റ്റുഡൻസ് ആൻഡ് വാല്യൂസ് ഐഡിയാസ്. ഇതാണ് വ്യവസ്ഥ വേണ്ടത്. കൗതുകത്തെ ആഘോഷിക്കുന്ന, അധ്യാപകരെ ശക്തിപ്പെടുത്തുന്ന, വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്ന, ആശയങ്ങളെ ആദരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോഴെങ്കിലും ഈ വികസിത ഭാരതം എന്ന സ്വപ്നം പൂവണിയുമോ? വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്താതെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമോ? സർവകലാശാലകളുടെ ആത്മാവിനെ സംരക്ഷിക്കാനാകാത്ത ഒരു രാജ്യം അറിവിന്റെ ലോകത്തെ നയിക്കുമോ? അനുകരണത്തെ നവോത്ഥാനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമൂഹം ശാസ്ത്രത്തിൽ മുന്നേറുമോ? ചിന്തയേക്കാൾ അനുസരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം ചിന്തകരെയും കണ്ടുപിടുത്തക്കാരെയും നോബൽ ജേതാക്കളെയും സൃഷ്ടിക്കുമോ? ഒട്ടകപക്ഷിയെ പോലെ തല മണലിൽ കുത്തി എല്ലാം ശരിയാണെന്ന് നടിക്കാനാവില്ല. പ്രതിസന്ധി യാഥാർത്ഥ്യമാണ്, ലജ്ജയും അതുപോലെ. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യ ഡസ് നോട്ട് ലാക്ക് ബ്രില്യൻസ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എത്ര മിടുമിടുക്കരായ ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെല്ലാം നോക്കൂ എവിടെയൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഇന്ത്യ ലാക്സ് ദ കറേജ് ടു അൺലീഷ് ഇറ്റ്. ഇന്ത്യയുടെ മികവ് കുറവല്ല,
മികവ് തുറന്നു വിടാനുള്ള ധൈര്യമാണ് കുറഞ്ഞത്. The day we protect the future of the child instead of comfort of the system, India will rise. വ്യവസ്ഥയുടെ സുഖം സംരക്ഷിക്കുന്നത് നിർത്തി കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ തുടങ്ങുന്ന ദിവസം ഇന്ത്യ ഉയരും. ആ ദിവസത്തേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.